ഹലോ, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മളൊരു ഓറഞ്ച് ഫേഷ്യൽ, ഒരു ഫ്രൂട്ട് ഫേഷ്യലാണ് ചെയ്യുന്നത്. ഫ്രൂട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഓറഞ്ച് കൊണ്ട് ചെയ്തതാണ്. അപ്പം നമ്മൾ ബ്യൂട്ടി പാർലറിലൊന്നും പോയിട്ട് ഇനി കെമിക്കലൊന്നും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യണം. നമുക്ക് വീട്ടിൽ തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഫേഷ്യൽ തന്നെ ചെയ്യാം. ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഓറഞ്ചിൻ്റെ ഈ പീലൊന്നും കളയണ്ട, നമുക്കത് ജ്യൂസാക്കി എടുക്കണം. നല്ല പേസ്റ്റ് രൂപത്തിലെടുക്കണം. എന്നിട്ട് പിന്നെ ഓറഞ്ച് എടുത്തിട്ട് ഇതിനെ നമുക്ക് ജ്യൂസാക്കി എടുക്കണം. അപ്പം ഞാനിത് ഇതിനെ ആദ്യം നമുക്ക് പേസ്റ്റാക്കി എടുക്കാം. ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതിനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കുകയാണേ. ഇത് ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണെങ്കിൽ നല്ലതാണ്, പക്ഷേ ഈ ഫേഷ്യലിൽ ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഉണക്കി പൊടിച്ച് വയ്ക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ കേടാകാതെ കൂടുതൽ നാളിരിക്കാനായിട്ടോ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം നമുക്ക് കേട്ടോ. ഇതിപ്പോൾ വേഗം കേടായിപ്പോൾ, അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ ഇപ്പോൾ. അപ്പം അതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ച ശേഷം നമുക്ക് ഈ ഓറഞ്ചിൽ ജ്യൂസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കണം. അപ്പം ഞാൻ അരച്ചെടുത്തോണ്ട് വന്നിട്ട് കാണിക്കാവേ. ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചിട്ടാണ്. ഇത് ആദ്യം ജസ്റ്റ് ഒന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് അതിനുശേഷം കുറച്ച് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ച് പിന്നെ ഒരു 2 സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ പെട്ടെന്ന് നമുക്ക് അരിഞ്ഞ് കിട്ടും കേട്ടോ. അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് ജ്യൂസ് കുരു ഒന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഒരു അരിപ്പയെ കൂടെ അരിച്ചെടുത്താണ്. ഇനി നമുക്ക് ആദ്യം ഇതിനകത്തുനിന്ന് ക്ലെൻസർ ഉണ്ടാക്കാം. ക്ലെൻസർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ജ്യൂസിരുന്ന പാത്രം മാറ്റിയിട്ട് അതിലേക്ക് 1 സ്പൂണ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് 1 സ്പൂൺ തന്നെ റോസ് വാട്ടറാണ്. നിങ്ങൾക്ക് ഈ റോസ് വാട്ടറിന് പകരമായിട്ട് മിൽക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ റോസ് വാട്ടർ മിക്കതിലും ഞാൻ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ റോസ് വാട്ടർ ജസ്റ്റ് ഒന്ന് ചേഞ്ചിന് വേണ്ടി എടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. അപ്പം നമ്മളുടെ ക്ലെൻസർ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു കോട്ടൺ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ക്ലെൻസിൽ എഴുതിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് നമ്മുടെ ഫേസിലുള്ള ഡർട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കളയാം. ഇത് നമ്മളുടെ സ്കിന്നിലുള്ള നമ്മൾ പുറത്ത് പോയിട്ട് വന്നിട്ടുള്ള ആ പൊടികളും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ, നമ്മളിങ്ങനെ ക്ലെൻസ് ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ സ്കിന്നിലുള്ള പോഴ്സിലൊക്കെ നമുക്ക് ചെളിയൊക്കെ കയറിയിരിക്കും. അപ്പോൾ നമ്മൾ അതൊന്നും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മൾ പിന്നെ അതിലേക്ക് മേക്കപ്പ് ഇടുമ്പോഴത്തേനാണ് പിമ്പിൾസ് ആയിട്ട് വന്നിട്ട് വലിയ കുരുക്കളും കാര്യങ്ങളൊക്കെ ആയി വന്ന് അവിടെ പാട് വീഴാനും വലിയ വേദനയുള്ള കുരുക്കൾ വരുവാനൊക്കെ കാരണമാണ്. അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഫേഷ്യൽ കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും കേട്ടോ. നല്ലതായിട്ട് നിങ്ങൾക്ക് വേറെ ഒന്നും എടുത്തില്ലെങ്കിൽ വേണ്ടില്ല, നിങ്ങൾ ആ മിൽക്കും ജസ്റ്റ് കുറച്ച് ഉപ്പിടുവാണെങ്കിൽ നല്ല കേട്ടോ. അല്ലെങ്കിൽ ഷുഗറിന് കുറച്ച് തരിയുണ്ടല്ലോ, ഉപ്പാണ് ബെസ്റ്റ്. ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു കോട്ടൺ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ല. ഇത് ഡെയിലി ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ആ ചെളിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഞാൻ ആ കോട്ടൺ വെച്ചിട്ട് കംപ്ലീറ്റ് എടുത്ത് കളഞ്ഞിട്ട് ഒരു പ്ലെയിൻ കോട്ടൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുവാണ്. ആ ഇതിലുള്ള ഡേട്ടൊക്കെ പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ഞാനിത് വൈപ്പ് ചെയ്ത് കംപ്ലീറ്റ് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ആണ് നമ്മുടെ സ്കിൻ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യണം, ഒന്ന് സ്ക്രബ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രബ്ബർ ഉണ്ടാക്കുവാണ്. 1 ടീസ്പൂൺ തന്നെ ഷുഗറാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഈ ഓറഞ്ച് പീലാണ് കേട്ടോ. അത് 1 ടീസ്പൂൺ യൂസ് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫേസ് ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്യാം. അപ്പം ഞാനിവിടെ നമ്മളുടെ സ്ക്രബ്ബർ റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഡെഡായിട്ട് കിടക്കുന്ന സെൽസൊക്കെ ഒന്ന് ഉണർത്താൻ, ജീവൻ വെപ്പിക്കാനായിട്ടാണ് നമ്മൾ ശരിക്കും ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. എക്സ്ഫോളിയേഷൻ വളരെ
ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കേട്ടോ. അപ്പം നമുക്ക് ഞാൻ മുമ്പത്തെ വീഡിയോ ഇപ്പോൾ ഇതിന് മുമ്പ് ഇത് കഴിഞ്ഞാണോ ഇതിന് മുമ്പാണ് ഇടുന്ന തരത്തിൽ ഞാനൊരു സ്ട്രെച്ച് മാർക്ക് റിമൂവ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് നമ്മുടെ വയറിലൊക്കെ ഡെഡായിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് സ്ട്രെച്ച് മാർക്ക് വന്ന് കിടക്കുന്ന സ്ഥലത്തൊക്കെ നമ്മൾ ജസ്റ്റ് വെറുതെ ഒന്ന് ക്രീം ഇട്ട് കൊടുത്തോണ്ടോ അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തോണ്ടോ കാര്യമില്ല. നമ്മളൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് ആ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് റിമൂവ് ചെയ്ത ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്കിന്നിലേക്ക് അബ്സോർവ് ആവുകയുള്ളൂ. ഞാൻ ഒരു 2 മിനിറ്റ് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്ത് കളയട്ടെ. ഓക്കെ, നമ്മളിപ്പം എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാജിങ് ആണ്. നമ്മുടെ സ്കിന്നിലുള്ള ആൻറ്റി ഏജിങ് പ്രോബ്ലംസ് ഒക്കെ മാറാനും അതുപോലെ നമ്മുടെ കവിളൊക്കെ ഒന്ന് തുടുത്ത് വരാനായിട്ടാണ് നമ്മൾ മസാജിങ് ചെയ്യുന്നത്. അപ്പം നമുക്കിനി മസാജിങ് എങ്ങനെയാണ് റെഡിയാക്കുന്നത്, മസാജിങ് ക്രീം എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. നമുക്ക് ഫേസ് ഒന്ന് മസാജ് ചെയ്യാനായിട്ടുള്ള ക്രീമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എടുക്കുക. പിന്നെ ഞാൻ എടുത്തു കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. 1.5 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കർഡാണ് ഒഴിച്ചു കൊടുക്കുന്നത്, 1 ടീസ്പൂൺ തന്നെ മതി. പിന്നെ ഫൈനലായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2 മിനിറ്റ് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാഷ് ചെയ്ത് കളയാം. ഫൈനലായിട്ട് നമുക്ക് ഫേസ് പാക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുൾട്ടാണി മിട്ടി എടുത്തേക്കുന്നത് 1 ടീസ്പൂൺ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓട്സ് പൗഡർ എടുക്കാം, അല്ലെങ്കിൽ ചന്ദന പൗഡർ എടുക്കാം. ഞാനിപ്പം മുൾട്ടാണി മിട്ടി 1 സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫൈനലായിട്ട് 1 ടീസ്പൂൺ ഓറഞ്ച് പീൽ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ. പിന്നെ കർഡ് നിങ്ങൾക്ക് കർഡിന് മാറ്റിയിട്ട് മിൽക്ക് എടുക്കാം കേട്ടോ. എനിക്ക് കർഡ് ഇഷ്ടം, നമ്മുടെ ഓയിലി സ്കിന്നിനൊക്കെ നല്ലതായിട്ടാണ് ഞാൻ കർഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒഴിച്ചു കൊടുക്കുന്നത് തേനാണ് കേട്ടോ. കുറച്ച് ഒഴിച്ചാൽ മതി, ഒരു ടീസ്പൂണോളം വേണമെന്നില്ല, 1/2 ടീസ്പൂണോളം മതി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ പാക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മളൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ ക്ലെൻസ് ചെയ്ത് നമ്മളുടെ ഡെറ്റൊക്കെ കളഞ്ഞ് നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് എല്ലാം വൃത്തിയാക്കി വെച്ച സമയത്ത് നമ്മൾ ഇതുപോലൊരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റിൽ ഈ പാക്ക് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകും. അതായത് നമ്മൾ എന്ത് വിചാരിച്ചാണോ, നമ്മൾ എന്ത് പ്രതീക്ഷിച്ചാണോ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നത്, നമ്മളൊന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടോ നമ്മളുടെ പാടുകളൊക്കെ മറയ്ക്കാനോ ഒക്കെ കൂടി ആയിരിക്കും എന്തെങ്കിലും പാക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ വിചാരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കതിൻ്റെ ബെനിഫിറ്റ് വേഗം തന്നെ കിട്ടും. സാധാരണ നമ്മൾ ക്ലെൻസ് ഒക്കെ ചെയ്ത് കൊടുക്കാതെ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നതിനെ അപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ബെനിഫിറ്റൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആകും. കംപ്ലീറ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിലോ കാലിലോ ഒക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. അതല്ല എങ്കിൽ ബാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. എന്നിട്ടൊരു 2 ദിവസം കൂടെ ഒക്കെ ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. 2 ദിവസത്തിന് ശേഷം കൂടുതൽ യൂസ് ചെയ്യേണ്ട. അപ്പം നമുക്കിത് ഉണങ്ങുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്തിട്ട് വരാവേ.
ഓക്കെ, ഞാൻ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി ഫൈനലായിട്ട് അലോവേര എടുത്തേക്കുന്നത്. അലോവേര 2 പീസായിട്ട് എടുത്തേക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അലോവേര ഒരു നല്ല മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ എന്ത് സ്കിന്നിലേക്ക് ഫേസ് പാക്ക് ആകട്ടെ എന്ത് കാര്യമാകട്ടെ, ഈ നമ്മളിപ്പോൾ ഒരു മേക്കപ്പാണ് ഇടുന്നതെങ്കിൽ കൂടെ നമ്മുടെ ഫേസിന് ഒരു മോയ്സ്ചറൈസർ കൊടുക്കണം. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓയിലി സ്കിൻ ആണെങ്കിൽ കൂടെ മോയ്സ്ചറൈസർ അത്യാവശ്യമാണ് നമ്മുടെ സ്കിൻ വരണ്ടു പോകാതിരിക്കാനായിട്ടും ഡ്രൈ ആയി ചുളിവുകൾ വീഴാതിരിക്കാനായിട്ടൊക്കെയാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് പ്രായം തോന്നും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് പ്രായം വരുന്ന അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ടാണ് നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ മോയ്സ്ചറൈസറിന് വേറെ എങ്ങും പോകണ്ട. നിങ്ങളുടെ കയ്യിൽ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ മിക്കവർക്കും കാണില്ല, ഇല്ലാത്തവരാണെങ്കിൽ പോലും അലോവേര ജെല്ല് വാങ്ങാൻ കിട്ടില്ല, അത് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പം ഞാൻ അലോവേര ഇട്ട് കൊടുക്കുന്നത് മോയ്സ്ചറൈസറായിട്ട്. അപ്പം ഞാനെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്കിൻ നല്ല സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫ്രൂട്ട് ഫേഷ്യൽ. ഓറഞ്ച് വെച്ചിട്ടാണ് ഞാൻ ഫേഷ്യൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.